തിരുവനന്തപുരം മീനാങ്കലിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. പന്നിക്കുഴി മണ്ണാത്തിപ്പാറയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം റബ്ബർ തോട്ടത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. നമുക്ക് ആദ്യം ഈ ദൃശ്യങ്ങൾ കാണാം. അനന്തൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അനന്തൻ, ഈ മീനാങ്കൽ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. പൊതുവെ കാട്ടാനകൾ, വന്യമൃഗങ്ങളൊക്കെ കാണാറുള്ള ഒരു സ്ഥലമാണോ? സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും മലയോര മേഖലകളിൽ ആനശല്യം ഉണ്ടെങ്കിലും തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലകളിൽ ആനശല്യം അത്ര വ്യാപകമായിരുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലും ആനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി തുടങ്ങി എന്ന് വേണം പറയാൻ. ഇതിപ്പോൾ തിരുവനന്തപുരത്തിന്റെ കിഴക്കൻ മേഖലയായ ആരനാട് പഞ്ചായത്തിൽപ്പെട്ട സ്ഥലത്താണ് ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരിക്കുന്നത്. മീനാങ്കൽ പന്നിക്കുഴി മണ്ണാത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ റബ്ബർ തോട്ടമാണ്. വനമേഖലയോട് ചേർന്നാണ് ഈ റബ്ബർ തോട്ടം കിടക്കുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് 3 കാട്ടാനകൾ ഈ റബ്ബർ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നത്. രാത്രി തന്നെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ തന്നെ വനം വകുപ്പിനെ വിവരം അറിയിച്ചിരുന്നു. അതുകൊണ്ട് ഈ ആനയുടെ മൂവ്മെന്റ് മുഴുവൻ വനം വകുപ്പ് ഇന്നലെ രാത്രി മുഴുവൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെയോടെ വനം വകുപ്പും നാട്ടുകാരും ചേർന്ന് ഈ ആനക്കൂട്ടത്തെ അവിടെ നിന്ന് പായിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ആന റബ്ബർ തോട്ടത്തിലേക്കാണ് ഓടിക്കയറിയത്. പിന്നീട് ഇപ്പോൾ കുറച്ച് വനമേഖലയുടെ അടുത്ത സ്ഥലത്തേക്ക് ആനയെ മാറ്റിയിട്ടുണ്ട്. എന്നാലും വനത്തിലേക്ക് കാട് കയറി പോയിട്ടില്ല. അതുകൊണ്ട് അതൊരു ഭീഷണിയായിട്ട് നിലനിൽക്കുകയാണ്. ജനവാസ കേന്ദ്രത്തിലാണ് ആനയിപ്പോൾ. ആ ജനവാസ കേന്ദ്രത്തിനോട് ചേർന്ന സ്ഥലത്താണ് ആനയിപ്പോൾ നിൽക്കുന്നത്. ഈ റബ്ബർ തോട്ടത്തിലൂടെയാണ് കുട്ടികൾക്ക് സ്കൂളിലുമൊക്കെ പോകാനുള്ള വഴി. അപ്പോൾ അവിടെ ആ വഴിയോട് ചേർന്നാണ് ആന നിൽക്കുന്നത്. അതുകൊണ്ട് കുട്ടികളൊന്നും ഇന്ന് സ്കൂളിൽ പോയിട്ടില്ലെന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. ഏതായാലും ആ നാട്ടിലുള്ളവർ ഭീതിയിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മേഖലയിൽ ഈ കാട്ടാന ശല്യം ഉണ്ട് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. അറിയാം.